ഇതൊരു ഭയങ്കര പണിയാണ്. ഇവിടെ ശങ്കരനാരെ, ഞാൻ കോഴിയെ വാങ്ങിക്കാൻ പോവാ. ചോട്ടല്ലേ ഹമാരാ കാം തുമാരാ കർണാ ഹെ. ലോനപ്പാ, നീ വേണേ എന്റെ കഴുത്തങ്ങെടുത്തു. ഈശ്വരനെ ഓർത്ത് നീ ഇനി എന്ത് പറയില്ലടാ കുട്ടാ. എടാ ചോട്ടലല്ലേ, തും പോലോ. അവന്റെ തലയ്ക്ക് നല്ല സുഖമില്ല. അവനെ ഇപ്പൊ ഉടനെ തടിയിലിടണം. എടാ ഞൊണ്ടിലാലേ, നീ നടക്ക. നിന്റെ ഒടുക്കത്തെ ഒരു വെട്ട് വെച്ചിടണം കഴുത. മക്കളെ, നാളെ എങ്കിലും ഒന്ന് പോകാതെ പറ്റില്ല. ദേ, ഇന്നും ഒരു കത്ത്. രാജ്യത്തിന് തീരെ സുഖമില്ലെന്ന്. അമ്മ പോയാൽ പിന്നെ ഇവിടെ ആരാ? ഇവിടെ ഇപ്പൊ ആളായില്ലേ, പിന്നെ വേലക്കാരൊക്കെ ഇല്ലേ. ഒരു മേൽനോട്ടം മാത്രം മതി. അമ്മയൊന്ന് പോയേച്ച് വരട്ടെ. അത്യാവശ്യമാണെങ്കിൽ പോകാതെ പറ്റും. ആ, ദേ, എഴുത്ത് വായിച്ചു നോക്ക്. നാളെ രാവിലത്തെ വണ്ടിക്ക് തന്നെ പോണം. ടിക്കറ്റൊക്കെ ഏർപ്പാടില്ലേ? അവിടെ ഇരിക്കട്ടെ. ഇവിടെ അവിടെ നിൽക്ക്. തന്റെ പേരെന്താ? ലോനപ്പൻ. സാർ ലോനാന്ന് വിളിച്ചാൽ മതി. ലോനപ്പൻ. താൻ എന്ന് മുതലാണ് ഇവിടെ വേലയ്ക്ക് വന്നത്? ഞാൻ എംപ്ലോയ്മെന്റ് നിയമനത്തിലൂടെ വന്നതാണ് സാർ. ഇവിടെ നിന്ന് രാജപ്പൻ നാട്ടിൽ പോയപ്പോ എന്നെ നിയമിച്ചാണ്. ഞാൻ ചില്ലറക്കാരനൊന്നുമല്ല. മട്ടൺ, ചിക്കൻ, ഫിഷ് പൊറോട്ട സ്പെഷ്യലിസ്റ്റ് ആണ് സാർ. സാർ, എന്റെ ചീര സൂപ്പ് പ്രസിദ്ധമാണ്. തനിക്ക് പോകാം. എന്തോ വിളിച്ചു നോക്കുന്നത്? ഓ, സാറിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്റെ കണ്ണിന്റെ തുമ്പത്തിരിക്കുന്നു സാർ. എന്ത്? എന്താ ലോലപ്പനെ ക്രോസ് ചെയ്യുന്നത്? അവനൊരു വിഡ്ഢി. അവൻ ചീര സൂപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ് അത്രേ. ചീര സൂപ്പൊക്കെ പിന്നീടാവാം. ആദ്യം കാപ്പി കഴിക്കൂ, തണുത്ത് കാണും. ഞാൻ അതങ്ങ് മറന്നുപോയി. ഇന്ന് ഗീത കാര്യമായി ഒരുങ്ങിയിട്ടുണ്ടല്ലോ. മതി മതി, എനിക്കൊന്നും കേൾക്കണ്ട. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. ഒരുങ്ങത്. എന്തു പറ്റി? ഇങ്ങനെയും ഒരു ഹോബി ഉണ്ടോ? രാത്രി മുഴുവനും ചുറ്റിയും കല്ലും കൊണ്ടൊരു പണി. ഓ, അതാണോ കാര്യം? ഐ എം വെരി സോറി. ജീവിതത്തിൽ എന്നെ അടിമപ്പെടുത്തിയ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കല്ലും മരവും കൊണ്ട് കവിത നെയ്യുന്ന ശില്പകല. രണ്ടാമത്തേത് പറയട്ടോ? ഗീത എന്ന പേരുള്ള പെൺകുട്ടി. മുഖസ്തുതി ഒന്നും എനിക്ക് കേൾക്കണ്ട. ആട്ടെ, ഇപ്പോഴെന്താ കലാകാരന്റെ പ്രോഗ്രാം? അതിനൊക്കെ മറന്നു കഴിഞ്ഞു. ഞാൻ എന്റെ പണിക്ക് പോകുന്നു. റോസയിൽ നിന്നും ഒരു പൂവിന്റെ ഇതൾ നുള്ളിക്കൊണ്ട് നിന്നപ്പോൾ, ഗീതേ, നീ ഒരു ഗ്രീക്ക് പ്രതിമയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. വെള്ള പട്ടുകളുള്ള നീല സാരി. ഗീതേ, നോ നോ പ്ലീസ്, അത് വായിക്കരുത്. ആ ഡയറി വായിക്കരുത് പ്ലീസ്. വായിക്കരുതെന്നാ പറഞ്ഞത്.
ഇരുട്ടിൽ തപ്പി തിരയുകയായിരുന്നു. പ്ലീസ് നീ വരാനാ പറഞ്ഞത്. എന്തൊക്കെ പ്രാന്താണ് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് ഡയറി വായിക്കരുത്, ആരുടേതായാലും. മനസ്സിലായോ? ഞാനും വരുന്നു. എവിടേക്ക്? പോകുന്ന സ്ഥലത്തേക്ക്. അതിപ്പോഴല്ല, ഇനി ഒരു ദിവസമാണ്. അതെ, എപ്പോഴും ഇങ്ങനെ തന്നെ പറയും, ഇങ്ങനെ ദിവസം. ഒരു ദിവസം ഗീത എന്റെ പണിപ്പുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എല്ലാം കാണിച്ചു തരാം. ഓക്കെ?